ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ഒരു അടിപൊളി പ്രൊമോണ് വന്നിട്ടുള്ളത്. അതില് വിഷ്ണു സുബേർക്ക് ചെന്ന് കാണാണ്. എന്നിട്ട് പറയും, ഇനി ഞാൻ ലോറി ഓടിക്കാൻ വരുന്നില്ല, എനിക്ക് ഒരു വണ്ടി എടുക്കണമായിരുന്നു, ഇക്ക സഹായിക്കണം എന്നുള്ള രീതിയിലാണ് വിഷ്ണു സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. ഈ സമയം ഇക്ക ചോദിക്കും, ലോറിയോ? അല്ല, ഒരു ഓട്ടോറിക്ഷ. അങ്ങനെ വിഷ്ണു പുതുതായിട്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കാനുള്ള പരിപാടിയിലാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയ്ക്ക് രാഘവേട്ടന്റെ കാര്യത്തില് നല്ല ടെൻഷനാ. അപ്പോഴായിരിക്കും നൂർജഹാൻ വരുന്നത്. അങ്ങനെ രാഘവേട്ടനെ കാണാതായതും ആ സംഭവവും മറവിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സത്യമ്മ നല്ല സങ്കടത്തിലാണ്. ഡോക്ടർ പറഞ്ഞ സ്ഥലത്തേക്ക് രാഘവേട്ടനെ എനിക്ക് കൊണ്ടുപോകണം, പക്ഷെ അതിനുള്ള പണം. നൂറ് പറയും, അതിനെന്താ സത്യമേ, നമ്മുടെ മുന്നിൽ ഇപ്പോ നല്ലൊരു വഴിയില്ലേ, ഫുഡ് കോമ്പറ്റീഷൻ. അതെ സത്യമേ, നമുക്ക് അതിൽ പങ്കെടുക്കാം. അതിലെ ഫസ്റ്റ് വിന്നർക്ക് കിട്ടുന്ന പ്രൈസ് 10 ലക്ഷം രൂപയാ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം. ബാമയ്ക്ക് അതിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. നമുക്കറിയാലോ, ഒരു പ്രാവശ്യം അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിലെ ഒരു ഗസ്റ്റ് ആയിട്ട് ചെന്നതാണ് ബാമ. ഇപ്പോ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് ബാമയ്ക്ക് നാണക്കേടായിട്ട് തന്നെ തോന്നുന്നുണ്ടാവാം. എന്തൊക്കെയായാലും രാഘവേട്ടന് വേണ്ടി ബാമ ആ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ അടുത്തേക്ക് ശാന്തേച്ചി ചെന്നിരിക്കണേ. അവര് തമ്മിൽ പിണങ്ങി എന്നൊക്കെ പറയുന്നത് ഒരു കള്ളത്തരാണെന്ന് നമുക്ക് ഊഹിക്കാലോ. അതും ചെറിയൊരു പ്രശ്നത്തിന് ശാരദാമ്മ ഒരിക്കലും അങ്ങനെ ദേഷ്യപ്പെട്ടില്ല. ഇവിടുന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കി ശാരദാമ്മ ഇറക്കി വിട്ടതാണെന്ന് പറഞ്ഞാലല്ലേ ബാമ സ്വീകരിക്കൂ. അതിന് വേണ്ടിട്ട് തന്നെയാണ് ശാരദാമ്മ ബാമയുടെ അടുത്തേക്ക് അയക്കാൻ വേണ്ടി ഈ പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം ഉണ്ടെന്നുള്ള പേരില് ശാന്തേച്ചി അങ്ങോട്ട് പറഞ്ഞയച്ചത്. അങ്ങനെ ശാരദാമ്മ ആ സീ ഫുഡ് മത്സരത്തില് ശാലിനി പങ്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ ശാലിനിക്ക് ഒരു നിർബന്ധം, ഒരാഗ്രഹം, ഞാൻ അതിൽ പങ്കെടുക്കണമെന്ന്. ശാരദാമ്മയും പങ്കെടുക്കുന്നുണ്ടോ? ശാന്തേച്ചി അറിയും സത്യാമ്മയും അവിടെ പങ്കെടുക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോ ശാരദാമ്മ ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ശാരദാമ്മ കാരണം ബാമയ്ക്ക് കിട്ടേണ്ട പ്രൈസ് കിട്ടേണ്ടാവോന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഒരു പക്ഷെ ഇനി ശാരദാമ്മ അതൊന്ന് പിന്മാറോന്നറിയില്ല. എന്തായാലും ഇതേ സമയം ഇവര് രണ്ടുപേരെയും തോൽപ്പിക്കാനായിട്ട് അവിടെ സുസ്മിത തയ്യാറെടുക്കുന്നുണ്ട്. ഇങ്ങനെ പാചകറാണി ബുക്ക് നോക്കി ഓരോ ഡിഷ് ഇങ്ങനെ പഠിക്കുമ്പോ ജഗദീപ് വന്നിട്ട് പറയും, പാചക മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ വെറുതെ വായിച്ചു പഠിച്ചിട്ട് കാര്യമില്ല സുസു, ഭക്ഷണം ഉണ്ടാക്കി തന്നെ പഠിക്കണം. അപ്പൊ സുസ്മിത, ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞ് ആ ബുക്ക് അവിടെ വെച്ച് അതിലുണ്ടായിരുന്ന വായിച്ചതൊക്കെ വെച്ച് ഒരു ഫിഷ് ഫ്രൈ ചെയ്ത് കൊടുക്കാണ്. അതാണെങ്കിൽ കരിച്ചൊരു വിധാക്കിയിട്ടുണ്ട്. അങ്ങനെ ജഗദീപിനോട് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു കൊടുക്ക. ജഗദീപ് അതിങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെയാണ് ഈ പ്രമോലുള്ളത്. എന്തായാലും രസകരമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്